നമസ്കാരം. കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണല്ലോ. ഇവിടെ വിജയസാധ്യത ആർക്കാണ്? മിക്കവാറും CPM-നായിരിക്കും. പ്രതിപക്ഷമായിട്ട് BJP-യും വരും. BJP ഇരട്ടി വോട്ടുകൾ വാരിക്കൂട്ടും, അത് തീർച്ചയാണ്. കാരണം ഇവിടുത്തെ സംസ്ഥാനം കേന്ദ്ര പദ്ധതികളുടെയൊക്കെ തങ്ങളുടേതാണെന്ന് വിളംബരപ്പെടുത്തുമ്പോഴും അറിവുള്ള ജനങ്ങൾക്കറിയാം അതെല്ലാം കേന്ദ്ര പദ്ധതികളാണ്. കേരളം അതിനെ ഏറ്റെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പേരിന് വേണ്ടി അല്ലേ. അതൊക്കെ തിരിച്ചറിയുന്ന മനുഷ്യർ തന്നെയാണ് ഇവിടെയുള്ളവർ. പക്ഷേ CPM-ന് ജയിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കോൺഗ്രസ്സോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കേന്ദ്രത്തിൽ പോലും പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല. അദ്ദേഹം സ്ഥിരം ടൂറിലാണ്. അദ്ദേഹം വയസ്സായി. അതുകൊണ്ട് അമുൽ ബേബി എന്ന് പറയാൻ പറ്റില്ല. അമുൽ അപ്പൂപ്പനായി മാറിയ ഒരാളാണ്. ജീവിതം എൻജോയ് ചെയ്യുക എന്നതിനപ്പുറം അദ്ദേഹത്തിനൊന്നുമില്ല. പിന്നെ കേരളത്തിലെ രാഷ്ട്രീയം പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്, അതിനുവേണ്ടി അടികൊണ്ടത്, അതിനുവേണ്ടി ജലപീരങ്കികളുടെ ആഘാതമേറ്റ കുറച്ച് യുവ നേതാക്കളുണ്ട്. ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റും. അവരെയൊക്കെ എന്ത് നിസ്സാരമായിട്ടെടുത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ കളഞ്ഞു. എന്താ നിങ്ങളുടെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നിൽക്കില്ലല്ലേ? രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന പണ്ടത്തെ വ്യഭിചാര കേസിൽ പിടിച്ച ഒരാളുണ്ട്. അദ്ദേഹം ഘോരം പ്രസംഗിക്കുന്നത് കണ്ടു. കോൺഗ്രസിൻ്റെ നിയമാവലിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാത്ത അനാശാസ്യ പ്രവർത്തകനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയൊക്കെ. അങ്ങനെ നാട്ടുകാർ ഒറ്റയ്ക്ക് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച ദൃശ്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അത്ര മഹാനാകാതെ ഉണ്ണിത്താനെ. നിങ്ങൾക്ക് കൂട്ടാരാണ്? VT സതീശനായിരിക്കും അല്ലേ? അധികം സുഖലോലുപനാണ്. ഇവിടുത്തെ വലിയ കോൺഗ്രസിൻ്റെ വലിയ ആളല്ലേ. പിന്നെ ഈ രമേശ് ചെന്നിത്തലയും മറ്റും വളരെ നൈവാണോ? ഒന്നും അറിയുന്നില്ലേ? നിഷ്കളങ്കരാണോ അവർ? സുധാകരനെ നിങ്ങൾ ഇല്ലാതാക്കി. അദ്ദേഹം ബലവാനായ ലീഡറായിരുന്നു. പിണറായിക്കൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റിയ ലീഡറിനെ നിങ്ങൾ ഇല്ലാതാക്കി. എങ്ങനെയാണെന്നറിയില്ല. നിങ്ങൾക്ക് കൂടോത്രമുണ്ടോ, ആഭിചാരമുണ്ടോ, അതോ വേറെ എന്തെങ്കിലും വഴിയിലാണോ എന്നൊന്നും നമുക്കറിയില്ല. പല രീതികളിപ്പോൾ ഉണ്ടല്ലോ. പല റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് വേണമെങ്കിൽ അവരുടെ ഫുഡിൽ പ്ലൂട്ടോണിയം പോലെയുള്ളതൊക്കെ ചെറിയ എമൗണ്ട് ഇട്ട് കൊടുത്ത് അവരുടെ ആരോഗ്യം കാലാകാലങ്ങളായിട്ട് ക്ഷയിപ്പിച്ച് അവരെ മരണത്തിലേക്ക് കൊണ്ടുവിടുന്ന പല കാരണങ്ങളുമുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഈ രാഷ്ട്രീയ രംഗത്ത് മനുഷ്യർ പ്രയോഗിക്കുന്നുണ്ടാവാം. അതൊന്നും നമുക്കറിയില്ലാത്ത കാര്യം പറഞ്ഞുകൂടല്ലോ. പക്ഷേ എന്നാലും സതീശ, ഈ വേല വേണ്ടായിരുന്നു. എന്താ നിങ്ങൾ രാഹുലിനെ പറ്റി വിചാരിക്കുന്നത്? ഒരു സ്ത്രീ അവളുടെ ലൈംഗിക ത്വരക്ക് വേണ്ടി ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ പുറകെ ഓടി പോവോ? എന്താ ബലാത്സംഗം എന്ന് വെച്ചാൽ ശക്തി ഉപയോഗിച്ച് ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുക, ലൈംഗികമായിട്ട് കീഴ്പ്പെടുത്തുക. ചില പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമായിരിക്കും. ബ്രൂട്ടാലിറ്റിയുള്ള മൃഗീയമായിട്ടുള്ള ചില നേച്ചേഴ്സ് കാണുമായിരിക്കും. നമുക്കറിയില്ലല്ലോ, അബ്നോർമലാണല്ലോ പലരുടെയും കാര്യങ്ങൾ. ചിലർ റേപ്പ് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അങ്ങോട്ട് ചെന്ന് പറഞ്ഞിട്ടുണ്ടാവും, രാജിയെ എന്നെ റേപ്പ് ചെയ്യുക. എത്ര പ്രാവശ്യം അവൾ ഫ്ലാറ്റിൽ പോയി. എന്നിട്ട് പിന്നെ കഥകളുണ്ടാക്കിയല്ലേ. നമ്മുടെ ഉള്ള ഈ കാലത്തോളം ആരുടെ വോയിസ്, ഇപ്പോൾ എൻ്റെ വോയിസാണ് എൻ്റെ വോയിസ്, അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസാണെങ്കിൽ സതീശ നിങ്ങളുടെ വോയിസ് ഉണ്ടാക്കിയെടുക്കുക ഒരു പ്രയാസവുമില്ല. അതിൽ കൂടെ ഗർഭചിത്രം വേണമെന്ന് പറയുന്നതും അത് നടത്തുന്നതും ഒക്കെ നമുക്ക് ആവിഷ്കരിച്ചെടുക്കാം. കാലമല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ, അതും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഏത് തന്ത്രവും പയറ്റുന്ന മനുഷ്യനാണ്. അത് കാരണം എന്തായി? ഇവിടെ കോൺഗ്രസ് ഇല്ലാതായി. നാളെ ഇവിടെ പ്രതിപക്ഷം ഇല്ലാതാകും. ഒരുപക്ഷെ BJP പ്രതിപക്ഷമായിട്ട് വന്നേക്കാം. കാലാകാലങ്ങളായിട്ട് സ്വാതന്ത്ര്യസമരത്തിന് മുൻപേ തുടങ്ങിയ ഒരു പാർട്ടി, അതിനെ കേരളത്തിൽ ഇല്ലാതാക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് എന്താ കിട്ടുക സതീശനും അതുപോലെ തന്നെ ഈ ഉണ്ണിത്താനുമൊക്കെ? നിങ്ങളൊക്കെ കടൽ കിഴവന്മാരായി. നിങ്ങളൊക്കെ മാറി നിൽക്കുക. ഈ യുവതലമുറ ഇനി ഭരിക്കട്ടെ. അതിനുള്ള അവസരം കൊടുക്കില്ലല്ലേ. സിംഹാസനം എനിക്ക് വേണം. നിങ്ങൾക്കുണ്ടല്ലോ ഗൾഫിൽ റിസോർട്ടോ എന്തൊക്കെയോ ഉള്ളതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്കറിയില്ല, അതിന് തീർച്ചയില്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞുകൂടല്ലോ. അതുപോലെ അടിയൊഴുക്കൾ മറ്റ് പാർട്ടിക്കാരുമായിട്ടുണ്ടെന്നും അറിയുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയുന്നുണ്ടോ? നിങ്ങളുടെ പാർട്ടിയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ BJP-യിലേക്കും അതുപോലെ CPM-ലേക്കും ഒഴുകിയെത്തുന്നു എന്നുള്ളത് അത് നിങ്ങളറിയുന്നില്ലല്ലേ. നിങ്ങളെപ്പോലെയുള്ള ഒരു രാക്ഷസൻ കാരണം ഒരു പാർട്ടി ഒരു സംസ്ഥാനത്തില്ലാതാവുകയാണ്. ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു അടുത്ത BJP-ക്ക് കുറച്ചുകൂടെ സമയമെടുക്കും കേരളത്തിൽ കുറച്ചുകൂടെ സ്ഥാനം ഉറപ്പിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഈ കോൺഗ്രസ് ആയിരുന്നു. പക്ഷെ അത് തകർത്ത് കളഞ്ഞല്ലോ.
നിരന്തര ബലാത്സംഖ്യയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം. പാവം ആ ചെക്കൻ എന്ത് ചെയ്തു? നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ച ഒരു പയ്യൻ. അവൻ്റേതായിട്ടുള്ള ആശയങ്ങളുണ്ട്, നിശ്ചയദാർഢ്യങ്ങളുണ്ട്. പിന്നെ അവൻ ചെറുപ്പക്കാരനും സുന്ദരനുമാണ്. ഏതെങ്കിലും സ്ത്രീ അല്പം അഫെയർ കാണിച്ച് പോയാൽ ചിലപ്പോൾ അവനെ പിന്നിട്ടുണ്ടാവും. അത് എന്ത് നടന്നു എന്ന് നമുക്കറിയില്ല. അതിനെ ബലാത്സംഗമൊന്നും. അപ്പോൾ ഒരു സമയം വളരെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്യുന്നവൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുമോ? ഇതെന്തുവാ, സിനിമ കഥ വല്ലുവാണോ? ബലാത്സംഗക്കാരൻ്റെ അടുത്ത് സിംഹക്കൂട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു വനിത, ഒരു സ്ത്രീ. അവളുടെ വസ്ത്രധാരണമൊക്കെ കണ്ടാൽ തന്നെ അറിയാം അവൾ ഏത് തരക്കാരിയാണെന്നും മറ്റുമൊക്കെ. പക്ഷേ സ്ത്രീകൾ, പെൺമക്കളൊക്കെ ഉള്ള സ്ത്രീകൾ, ഞാനടക്കമുള്ള സ്ത്രീകൾ രാഹുലിൻ്റെ കൂടെയാണ്. നിങ്ങളെന്ന് ധീരമായിട്ട് ഈ രാഹുലിനെയൊക്കെ തിരിച്ചെടുക്കാൻ പോകുന്നു, അന്നും നിങ്ങൾക്ക് കോൺഗ്രസ് എന്ന പദം ഉപയോഗിക്കാൻ പോലും മാന്യതയുണ്ടാവുകയുള്ളൂ. ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? ഇവിടുത്തെ അമ്പലങ്ങൾ നശിക്കുന്നത് കാണുന്നില്ലേ? നിങ്ങൾക്ക് ആര് വോട്ട് തരും ഇവിടെ? നോക്കൂ, ഈ ഇലക്ഷനൊന്ന് കഴിഞ്ഞോട്ടെ, അപ്പോഴെങ്കിലും അറിയാം സതീശ രാജാവിൻ്റെ മഹത്വം എന്താണെന്ന്. ഞങ്ങളെല്ലാവരും, അമ്മമാരടക്കമുള്ള സ്ത്രീകൾ രാഹുലിനൊപ്പമാണ്. രാഹുൽ വിജയിക്കട്ടെ. രാഹുൽ എവിടെ പോയാലും രാഹുൽ വിജയിക്കട്ടെ. അതുപോലെ ഷാഫി പറമ്പിലിനെ മുഖത്തടിച്ച് രക്തം വലിച്ചുകൊണ്ട് പോകുന്ന ആ ചിത്രം ഞങ്ങളുടെ മുഖത്തുണ്ട് കേട്ടോ, ഞങ്ങളുടെ മുൻപിലുണ്ട് കേട്ടോ. അതൊന്നും ഞങ്ങൾ മറക്കില്ല. യുവതലമുറ ഉയർന്നു വരാൻ സമ്മതിക്കാതെ വീണ്ടും അമർന്നിരുന്ന് വേരറച്ചു പോയല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബാക്കിൽ കൂടെ വേരറച്ച് സിംഹാസനം വേണം എന്നുള്ള തോന്നലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് സുഖത്തിന് വേണ്ടി ഗൾഫ് കൺട്രീസിലും മറ്റും പോകണം. അവിടെ എന്തൊക്കെയായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ആസ്തി? ഒത്തിരി ആസ്തി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ചെന്നിത്തലയെ പോലെയുള്ളവരെ മാറ്റി നിർത്തി. മുരളീധരൻ ഒരല്പം കഴിവുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ പറ്റി ഇപ്പം കേൾക്കാനില്ല. ചെന്നിത്തലയ്ക്ക് എന്തു പറ്റി അത് മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും രാഹുലിനെ തിരിച്ചു കൊണ്ടുവരിക, വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട സ്ഥാനം കൊടുക്കുക. അവരാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി, ഇല്ലാതെ ഈ മൊണ്ണന്മാരായിട്ടുള്ള നിങ്ങളല്ല. അത് മനസ്സിലാക്കുക. എങ്കിലേ നാളത്തെ അസംബ്ലി ഇലക്ഷനെങ്കിലും നിങ്ങൾ കുറച്ചെങ്കിലും വോട്ട് വരാൻ പറ്റുകയുള്ളൂ. നന്ദി കെട്ട വർഗമായി തീർന്നല്ലോ. നിങ്ങളുടെ കേന്ദ്ര നേതാവുണ്ടല്ലോ, കേന്ദ്രത്തിൽ പ്രതിപക്ഷ നേതാവുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു അമുലപ്പൂപ്പൻ, അദ്ദേഹം ഇപ്പോൾ അമുൽ ബേബിയൊന്നുമില്ല, അതിൻ്റെ പ്രായമൊന്നുമില്ല. അമുലപ്പൂപ്പൻ അദ്ദേഹം എൻജോയ് ചെയ്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ താടി നടക്കുകയാണ്. കാണാനില്ല പുള്ളിയെ. ഇങ്ങനെയാണോ കോൺഗ്രസ് ഉണ്ടാക്കിയത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? പാവം മലയാളികൾ, കോൺഗ്രസ്സുകാരെ എന്ത് ചെയ്യാം, ഇങ്ങനെ ആയിപ്പോയി.